ഞങ്ങൾ റെഡി മണിയായി പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട് ജിബിയുടെ കല്യാണത്തിന് വേണ്ടിയാണ്. ജിബി ഞങ്ങൾക്കൊരു അനിയത്തി കുട്ടിയെ പോലെയാണ്. അങ്ങനെ ഞങ്ങൾ വെന്യൂവിലെത്തി. അവിടെ ചിന്താവിഷ്ടയായ ശ്യാമളെ പോലെ ജിബി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അകത്ത് ചെന്നപ്പോൾ റിനു ഉണ്ടായിരുന്നു, അലീസി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പൂക്കുത്തി നെഹ്റുമാരെ പോലെ ചാച്ചാജിമാരായി മാറി. ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നേ. അതിനുശേഷം ഞങ്ങൾ വെന്യൂവിലേക്ക് യാത്ര ചെയ്തു. അപ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. അവിടെ നിന്നാരും കടക്ക് കൂട്ടുന്നു. സ്റ്റാർട്ടേഴ്സ് കൗണ്ടറിൽ പോയി അവിടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ജ്യൂസും പിടിച്ച് കറങ്ങുന്ന ടോം കാറ്റിനെ കണ്ടു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ജിബി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആരെയും അങ്ങ് മനസ്സിലാവുന്നൊന്നുമില്ല. ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുന്ദരിക്കുട്ടിയാണ് കേട്ടോ. നല്ലോടിപ്പ്. സുന്ദരിക്കുട്ടി. ഇത് നമ്മുടെ ജിബിയുടെ മമ്മിയാണ്. ഈ നീലിട്ടതൊക്കെ ചെറുക്കൻ്റെ വീട്ടുകാരാണ്. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് പ്രേയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഫിക്സേഷൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ഡേറ്റ് എന്നാണെന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നല്ല അടിപൊളി പാട്ട്. പാട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുഡാണ് പ്രിയം. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കുശാലായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡിന് ശേഷം ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും ബ്രൗണിയും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അടിപൊളിയായിട്ട് കഴിച്ചു. ചെറുക്കനും പെണ്ണും ഈ നേരത്താണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്, പാവങ്ങൾ. ഇതിന് ശേഷം ഞങ്ങൾ വീണ്ടും പാട്ടിലേക്ക്, ആസ്വാദനത്തിലേക്ക് കടന്നു. ചെക്കനും പെണ്ണും ഫുഡ് കഴിക്കുന്നു. ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു. ഇത് അലീസയുടെ ഫ്രണ്ട്സാണ്. അവർ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് നിർബന്ധമായി പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ക്ഷീണിതരായി. ബ്രൈഡും ക്ഷീണിതയായി. ഞങ്ങളും ടയേർഡായിരുന്നു. പക്ഷേ വൈകുന്നേരം ഞങ്ങൾക്ക് ബ്രൈഡൽ ഷവറിൻ്റെ പരിപാടി കണ്ടക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നല്ല ജിൽ ജില്ലായിരിക്കുകയായിരുന്നു. അപ്പോൾ ബൈ.